ഇങ്ങനെയാണെങ്കിൽ തങ്ങളുടെ ഇന്ത്യയിലെ പ്രവർത്തനം അവസാനിപ്പിക്കേണ്ടി വരുമെന്ന് വാട്സാപ്പ് ഇന്ത്യയിൽ പ്രവർത്തനം നിർത്താൻ പോവുകയാണ്. വാട്സാപ്പ് നമ്മളെ വിട്ടു പോവുകയാണ്. ഇനി ടിക്ടോക്ക് പോലെ വാട്സാപ്പും ലഭ്യമല്ലാതെ വരുമോ? അത് നമ്മുടെ ഇന്ത്യ രാജ്യത്ത്, അതായത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമാണ്, ഏറ്റവും കൂടുതൽ ആൾക്കാർ, കോടാനുകോടിക്കണക്കിന് ആൾക്കാർ വാട്സാപ്പ് ഉപയോഗിക്കുന്ന രാജ്യമാണ്. നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട, നമ്മളുമായിട്ട് ഏറ്റവും കൂടുതൽ കണക്റ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ വാട്സാപ്പ് ആയിരിക്കും. കാരണം നമ്മുടെ വേണ്ടപ്പെട്ടവരുമായിട്ട് നമ്മൾ അത്രത്തോളം വിശ്വസ്തയോടെ ചാറ്റ് ചെയ്യുന്നതും വോയിസ് കോൾ ചെയ്യുന്നതും വീഡിയോ കോൾ ചെയ്യുന്നതും ഫോട്ടോ അയക്കുന്നതും ഒക്കെ വാട്സാപ്പിലൂടെയാണ്. രാവിലെ എടുത്താൽ ഒരുപക്ഷെ എന്തെങ്കിലും മെസ്സേജ് വന്നിട്ടുണ്ടോ എന്നായിരിക്കും നമ്മൾ നോക്കുന്നത്. നോട്ടിഫിക്കേഷൻ നോക്കും, വാട്സാപ്പ് നോക്കും, ആരൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾക്ക് ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജ് നമ്മൾ അയക്കും, രാത്രി ഗുഡ് നൈറ്റ് അയക്കും, എല്ലാം വാട്സാപ്പിലൂടെയാണല്ലേ. അതായത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ആപ്പ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒഫീഷ്യലി വാട്സാപ്പ് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, അല്ലാതെ എന്തെങ്കിലും ഗോസിപ്പോ കള്ളമോ ഒന്നുമല്ല. എവിടെയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് നോക്കുവാണെങ്കിൽ ഡൽഹി ഹൈക്കോടതി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. വാട്സാപ്പിൻ്റെ പേരന്റ് കമ്പനി ആയിട്ടുള്ള മെറ്റ ഉണ്ടല്ലോ, നമ്മുടെ സുക്കർബർഗ് വാട്സാപ്പിനെ മേടിച്ചായിരുന്നല്ലോ. മെറ്റ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ കീഴിലാണ് വാട്സാപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റയൊക്കെ ഉള്ളത്. മെറ്റ തങ്ങളുടെ അഡ്വക്കേറ്റ് ആയിട്ടുള്ള തേജസ് കാരിയ മുഖാന്തരം ഡൽഹി ഹൈക്കോടതിയിൽ ബോധിപ്പിച്ചിട്ടുള്ള കാര്യമാണ്, ഇങ്ങനെയാണ് കാര്യങ്ങൾ നിലനിൽക്കുന്നതെങ്കിൽ ഞങ്ങളുടെ പ്രവർത്തനം ഇന്ത്യയിൽ അവസാനിപ്പിക്കേണ്ടി വരുമെന്ന്. കേൾക്കുമ്പോൾ നമുക്ക് വളരെയേറെ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. കാരണം ഞാൻ പറഞ്ഞ പോലെ നമ്മളുമായിട്ട് അത്രത്തോളം ഇമോഷണലി കണക്റ്റഡ് ആണ് വാട്സാപ്പ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനല്ലേ. എന്താണ് വാട്സാപ്പും ഇന്ത്യയുമായിട്ട് അഥവാ ഇന്ത്യൻ ഗവൺമെൻറ്റുമായിട്ട് ഉള്ളൊരു പ്രശ്നം? എന്തെങ്കിലും പ്രശ്നത്തിൻ്റെ പേരിലായിരിക്കുമല്ലോ നിർത്തേണ്ടി വരുമെന്നൊക്കെ പറയുന്നതല്ലേ. അപ്പോൾ അതിനെപ്പറ്റി വളരെ വിശദമായിട്ട് പറയാം. അപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ് കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായ ഒരു ഇൻട്രോ പറയുവാണെങ്കിൽ, നിങ്ങൾ മെസ്സേജൊക്കെ അയച്ചോ, രണ്ടുപേരും തമ്മിൽ മെസ്സേജൊക്കെ അയച്ചോ, മറ്റൊന്നുമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല, നിങ്ങൾ പ്രവർത്തിച്ചോ, ആ മെസ്സേജ് ഞങ്ങൾക്കൊന്ന് വായിക്കാൻ പറ്റണം എന്ന് പറയുന്നിടത്താണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. പക്ഷേ ഒന്ന് ചോദിച്ചോട്ടെ, ഈ മെറ്റയുടെ കീഴിലാണ് ഇൻസ്റ്റ, ഫേസ്ബുക്ക്, വാട്സാപ്പൊക്കെ വരുന്നത്. ഇൻസ്റ്റയ്ക്കും ഫേസ്ബുക്കിന് ഈ പ്രശ്നമില്ല, എന്തുകൊണ്ട് വാട്സാപ്പിന് മാത്രം വരുന്നു? അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒട്ടനവധി ആപ്ലിക്കേഷൻസ്, മെസ്സേജിങ് ആപ്ലിക്കേഷൻസ് പ്രവർത്തിക്കുന്നുണ്ട് അല്ല, ഒരുപാട് ആപ്ലിക്കേഷൻസും കാര്യങ്ങളും ഉണ്ട്, വീഡിയോ കോളും ചാറ്റും ഒക്കെ ചെയ്യുന്നത്. മെറ്റയുടെ കീഴിൽ തന്നെ നമ്മുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാമും ഉണ്ട്, ചാറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനാണ്. എന്തുകൊണ്ട് വാട്സാപ്പ് മാത്രം? ഇങ്ങനെ ഒട്ടനേകം സംശയങ്ങൾ നിങ്ങൾക്കുണ്ടാകുമല്ലോ. ഇതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ആദ്യമേ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ ഒരു സംഭവത്തിന് അഡ്വാൻറ്റേജ്, അതായത് നേട്ടങ്ങളുമുണ്ട്, ദോഷങ്ങളുമുണ്ട്. നമുക്ക് പൂർണ്ണമായിട്ടും ഇത് മൊത്തത്തിൽ ദോഷമാണെന്നോ മൊത്തത്തിൽ നല്ലതാണെന്നോ പറയാൻ പറ്റുന്ന ഒന്നല്ല. കാരണം ചില അവസ്ഥകളിൽ, അതായത് നിങ്ങളിതിപ്പോൾ കേട്ട പാതി കേൾക്കാത്ത പാതി, ഇത് കംപ്ലീറ്റ് ദോഷമാണ്, ഇതൊരു ഈവിളാണ് എന്ന് ചിന്തിക്കുവാണെങ്കിൽ കൂടിയിട്ട് ചിലപ്പോൾ ഈ ഒരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് തന്നെ എത്ര ഗുണകരമായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ട സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാം. നമ്മുടെ ചുറ്റുമുള്ള ഒരുപാട് പേര് അങ്ങനെ അനുഭവിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുക, എന്നിട്ട് ചിന്തിക്കുക. മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം, ഈ നിയമം നമ്മളുടെ ഗുണത്തിന് വേണ്ടി മാത്രം, നമ്മളുടെ ഇന്ത്യ രാജ്യത്തെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമായിട്ട് എങ്ങനെ മാറ്റാൻ പറ്റുമെന്ന് നമുക്കൊന്ന് വിശകലനം ചെയ്യാം. നമ്മുടെ കുറച്ച് ഐഡിയാസും പറയാമല്ലോ. എന്തായാലും നമുക്ക് വിഷയത്തിലേക്ക് വരാം. അതായത് വാട്സാപ്പ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനെ പറ്റി ആരോടും പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. 2009 മുതൽ വാട്സാപ്പ് പബ്ലിക്കലി അവൈലബിൾ ആണ്. ആദ്യം iOS-ലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്, പിന്നീട് ആൻഡ്രോയിഡിലേക്ക് വന്നപ്പോഴേക്കും വലിയൊരു ബൂമായിരുന്നു ഉണ്ടായിരുന്നതല്ലേ. നമ്മളുടെ ഇന്ത്യയിൽ തന്നെ ആൻഡ്രോയിഡൊക്കെ അന്ന് ഫോൺസൊക്കെ ഇങ്ങനെ ആൾക്കാർ മേടിച്ച് ഉപയോഗിച്ച് വരുന്നേ ഉള്ളൂ. പിന്നീട് അങ്ങോട്ട് വാട്സാപ്പിൻ്റെ ഒരു വലിയൊരു ബൂമായിരുന്നു നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. എന്തിനും ഏതിനും വാട്സാപ്പ് എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി. അതിനു മുമ്പ് ഒരു SMS യുഗമായിരുന്നു. SMS-ലൂടെ ആയിരുന്നു ചാറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നത്. പെട്ടെന്ന് കംപ്ലീറ്റ് ആൾക്കാർ വാട്സാപ്പിലേക്ക് മാറിയാണ്. വാട്സാപ്പ് ആദ്യം ജസ്റ്റ് ഒരു ടെക്സ്റ്റ് മാത്രം അയക്കാൻ പറ്റുന്നൊരു സംവിധാനമായിരുന്നു. പിന്നെ പതുക്കെയാണ് പല ഫീച്ചേഴ്സും വന്നത്. ഓഡിയോ അയക്കുന്നത്, സ്റ്റാറ്റസ് ഇടുന്നത്, വീഡിയോ കോൾ, വോയിസ് കോൾ, അങ്ങനെ പതുക്കെ ഓരോന്നായിട്ട് ആഡ് ചെയ്ത് വരുന്ന ഒന്നാണ് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല എത്ര പേർക്കും അറിയുമെന്ന് അറിയത്തില്ല, പണ്ട് വാട്സാപ്പ് ഉപയോഗിക്കണമായിരുന്നെങ്കിൽ എന്താണ്ട് $1, അതായത് അന്നത്തെ ഏകദേശം 60 അല്ലെങ്കിൽ 65 രൂപയൊക്കെ കൊടുക്കണമായിരുന്നു. ഇന്ന് പക്ഷേ വാട്സാപ്പ് എന്നുള്ളത് ടോട്ടലി ഫ്രീ ആയിട്ടുള്ള ഒന്നാണ്. മറ്റ് മെസ്സേജിങ് ആപ്ലിക്കേഷൻസിനെ സംബന്ധിച്ച് വാട്സാപ്പിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ വാട്സാപ്പിൽ ഒരു പുതിയൊരാൾക്ക് മെസ്സേജ് അയക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരാളുടെ മെസ്സേജ് ഏറ്റവും മുകളിലേക്ക് എടുത്ത് നോക്കുക, അതിൻ്റെ മുകളിൽ ഇപ്രകാരം എഴുതി വെച്ചിട്ടുണ്ടാകും, മെസ്സേജസ് ആൻഡ് കോൾസ് ആർ end-to-end encrypted, no one outside of this chat, not even WhatsApp can read or listen to them, tap to learn more. അവിടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പോപ്പപ്പ് വരും. അവിടെ എന്തൊക്കെയാണ് end-to-end encrypted ആയത് എന്ന് എഴുതിയിട്ടുണ്ട്. ടെക്സ്റ്റ് ഓർ വോയിസ് മെസ്സേജ്, നമ്മൾ അയക്കുന്ന ടെക്സ്റ്റും വോയിസ് മെസ്സേജുകളും, ഓഡിയോ വീഡിയോ കോൾസ്, ഫോട്ടോസ്, വീഡിയോസ്, ഡോക്യുമെൻറ്റ്സ്, നമ്മൾ വാട്സാപ്പ് ചാറ്റിലൂടെ സെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ, ലൊക്കേഷൻ ഷെയറിങ്, വാട്സാപ്പിലൂടെ നമ്മൾ ലൊക്കേഷൻ, ലൈവ് ലൊക്കേഷൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലൊക്കേഷനൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ സ്റ്റാറ്റസ് അപ്ഡേറ്റ്സ്, നമ്മുടെ സ്റ്റാറ്റസ്, ഇത്രയും കാര്യങ്ങൾ end-to-end encrypted ആണ്. എന്താണ് ഈ end-to-end encryption? ആദ്യം നമുക്കൊരു SMS അയക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളെ പറ്റി മനസ്സിലാക്കാം. നിങ്ങളുടെ സുഹൃത്തിന് നിങ്ങൾ ഹലോ എന്നും പറഞ്ഞ ഒരു SMS അയക്കുകയാണ്. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങൾ ഹലോ എന്നും പറഞ്ഞ് ടൈപ്പ് ചെയ്തു സെൻഡ് കൊടുക്കുമ്പോഴേക്കും ആ ഒരു ഹലോ എന്ന് പറയുന്ന കീവേഡ്സ് ഒരു ഡിജിറ്റൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യുകയും അത് നിങ്ങളുടെ ടവറിലേക്ക് പോവുകയും അവിടെ
ഒരു SMS കൺട്രോൾ സെൻ്ററൊക്കെ ഉണ്ടാകും. അതിലേക്ക് പോവുകയും ആരാണോ റെസിപ്പിയൻ്റ്, അതായത് നിങ്ങൾ അടിച്ച നമ്പർ ഉണ്ടല്ലോ, ആ നമ്പറിലുള്ള റെസിപ്പിയൻ്റ് ആർക്കാണ് അവരുടെ ടവറിലേക്ക് വിടുകയും ആ ടവർ വഴി അങ്ങോട്ട് അവരുടെ ഫോണിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് അല്ലേ. അതായത് നിങ്ങളുടെ മറ്റൊന്നും ചിന്തിക്കേണ്ട, നിങ്ങളുടെ ഫോണിൽ നിന്ന് ആ സിഗ്നൽ, ആ ഒരു ഹലോ എന്ന് പറയുന്ന മെസ്സേജ് ഒരു സിഗ്നലായിട്ട് പോകുന്നല്ലേ. ഇടയ്ക്കുള്ള ആർക്കും ഈ സിഗ്നൽ പിടിച്ചെടുക്കാം. നമ്മുടെ ടവറിനറിയാം നമ്മൾ എന്താണ് അയച്ചതെന്ന്. ഇപ്പോൾ നമ്മൾ BSNL ഉപഭോക്താവാണെങ്കിൽ BSNL കമ്പനിക്ക് അറിയാം നമ്മൾ ഹലോ എന്നാണ് അയച്ചതെന്ന്. അവിടുന്ന് മറ്റു ടവറിലേക്ക് പോകുമ്പോൾ നമ്മൾ അയച്ച യൂസർ എയർടെലിൻ്റെ യൂസർ ആയിരിക്കും, എയർടെലിന് അറിയാം എന്താണ് അയച്ചതെന്ന്. ഇവരെല്ലാവരും അറിഞ്ഞ ശേഷമാണ് നമ്മളുടെ കൂട്ടുകാരൻ്റെ ഫോണിലേക്ക് SMS എത്തുന്നത്. പലപ്പോഴും സെക്യൂരിറ്റി റീസണിന് വേണ്ടിയിട്ട് പലപ്പോഴും സ്റ്റോർ ചെയ്യാറുണ്ട്. പോട്ടെ, ഇനി സ്റ്റോർ ചെയ്യുന്നില്ലെങ്കിൽ കൂടിയിട്ട് ഗവൺമെൻറ്റിനോ നമ്മളുടെ സൈബർ സെല്ലിനോ പോലീസിനോ ഒക്കെ അത് വാച്ച് ചെയ്യണം. അതായത് ഒരു പ്രശ്നക്കാരനാണ്, അവൻ കുറച്ച് പ്രശ്നക്കാരനാണ്, അവൻ അയക്കുന്ന മെസ്സേജുകൾ നമുക്കൊന്ന് മോണിറ്റർ ചെയ്യേണ്ടതുണ്ട് എന്ന് വിചാരിച്ചാൽ അവർക്ക് പുഷ്പം പോലെ SMSകളെല്ലാം ട്രാക്ക് ചെയ്യാൻ പറ്റും. ഇന്നടത്ത് നമുക്ക് ഇന്ന പണി ഒപ്പിക്കണം, അവന് ആ മെസ്സേജ് അവർക്ക് കിട്ടി, നമ്മുടെ സൈബർ സെല്ലിന് കിട്ടി. ഇതുപോലെ തന്നെയാണ് നമ്മൾ സാധാരണ നോർമൽ കോൾ ചെയ്യുമ്പോഴും. നിങ്ങൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ളതല്ലേ, സൈബർ സെല്ലിൽ ഇരുന്ന് ലൈവായിട്ട് അവർ വോയിസ് കേൾക്കുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതായത് നോർമലായിട്ട് നമ്മൾ ഫോൺ വിളിക്കുകയോ SMS ചെയ്യുകയാണെങ്കിൽ ഇടയ്ക്കുന്നുള്ള ഒരാൾക്ക്, പ്രത്യേകിച്ച് നമ്മുടെ ഗവൺമെൻറ് അതോറിറ്റീസിനോ നമ്മളുടെ സർവീസ് പ്രൊവൈഡർ ഉണ്ടല്ലോ, എയർടെൽ, BSNL, ജിയോയ്ക്കോ, ഇവർക്കൊക്കെ നടുക്കിന്ന് ആ ഒരു സംഭവങ്ങൾ എടുക്കാൻ പറ്റും. പക്ഷേ എന്താണ് end-to-end എൻക്രിപ്ഷൻ? ഞാൻ പറഞ്ഞു, വാട്സാപ്പിലൂടെ അയക്കുന്ന മെസ്സേജുകളും വോയിസ് കോളും വീഡിയോ കോളും സ്റ്റാറ്റസും എല്ലാ കാര്യങ്ങളും end-to-end എൻക്രിപ്റ്റഡ് ആണെന്നുള്ളതല്ലേ. ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ end-to-end ആണ്. അതായത് സെയിം സിറ്റുവേഷൻ എടുക്കുക, നമ്മൾ SMS ഹലോ അയച്ച പോലെ തന്നെ വാട്സാപ്പിലൂടെ നമ്മുടെ അതേ സുഹൃത്തിന് ഹലോ എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് മെസ്സേജ് അയക്കുകയാണ്. അപ്പോൾ സാധാരണ ഇതിൽ SMS ആണെങ്കിൽ ഇവിടുന്ന് പോകുന്ന നമ്മുടെ ഫോണിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ആ ഒരു സിഗ്നൽ, ഡിജിറ്റൽ സിഗ്നൽ ഇടയ്ക്കുന്നുള്ള എല്ലാവർക്കും ചോർത്തിയെടുക്കാൻ പറ്റും. കാരണം ടെക്സ്റ്റിനെ അതേപടി ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡിജിറ്റൽ സിഗ്നലാണ് എല്ലാ ടവറിലൂടെയും അവിടെ ഇവിടെയൊക്കെ കയറി ഇറങ്ങി പോകുന്നതല്ലേ. പക്ഷേ വാട്സാപ്പിലൂടെ പോകുമ്പോഴേക്കും വാട്സാപ്പ് അവിടെ ഒരു കാര്യം ചെയ്യും. നമ്മൾ അയക്കുന്ന ഹലോ എന്ന് പറയുന്ന മെസ്സേജ് ഉണ്ടല്ലോ, ഒരുപാട് അക്കങ്ങളുള്ള ഒരു രഹസ്യ കോഡായിട്ട് മാറ്റും. അത് നമ്മളുടെ ഫോണിന് മാത്രമായിരിക്കും. അതായത് നമ്മളുടെ സുഹൃത്ത് വേറൊരാൾക്ക് ഹലോ എന്നും പറഞ്ഞ് മെസ്സേജ് അയക്കുമ്പോൾ നമ്മൾ ഹലോ എന്നും പറഞ്ഞ് മെസ്സേജ് അയച്ചാൽ രണ്ടും ഒരുപോലെയല്ല, അത് റാൻഡം ആയിട്ടുള്ള രഹസ്യ കോഡുകളായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മളുടെ ഫോൺ വിട്ടവൻ പുറത്ത് പോകുമ്പോഴേക്കും ആ ഒരു രഹസ്യ കോഡായിട്ടാണ് അന്തരീക്ഷത്തിലൂടെ ഇങ്ങനെ പോകുന്നത്. ഇടയ്ക്കുന്ന് നോക്കുന്നവൻ എന്താ കാണാൻ പറ്റുന്നത്? കുറേ ലക്ഷക്കണക്കിന് നമ്പറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഒരിക്കലും അവർക്ക് റീഡ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. അത്രത്തോളം സെക്യൂർ ആണ് ആ ഒരു ക്രിപ്റ്റോഗ്രാഫിക് ഹാഷ് മെക്കാനിസം എന്നുള്ളത്. എന്തായാലും ഈ രഹസ്യ കോഡ് തുറക്കാനുള്ള താഴെ വേണമല്ലോ, അല്ലെങ്കിൽ വായിച്ചെടുക്കാൻ പറ്റണമല്ലോ. അത് നമ്മൾ ആർക്കാണോ, അതായത് ഏത് വാട്സാപ്പിലേക്കാണോ നമ്മൾ അയക്കുന്നത് അവൻ്റെ അടുത്ത് മാത്രമേ താക്കോലുള്ളൂ. ഇതാണ് end-to-end എൻക്രിപ്ഷൻ എന്ന് പറയുന്നത്. വേറെ ആർക്കും തന്നെ, ഈവൻ വാട്സാപ്പ് കമ്പനിക്ക്, സാധാരണ ഇതിൽ നമ്മൾ ഇപ്പോൾ മെയിൽ അയക്കാറുണ്ടല്ലോ, മെയിൽ അയക്കുവാണെങ്കിൽ നമ്മൾ ഒരാൾക്ക് മെയിൽ അയച്ചു, അടുത്ത ആൾക്ക് പോകും. അത് end-to-end എൻക്രിപ്റ്റഡ് എന്ന് പൂർണ്ണമായിട്ടും പറയാൻ പറ്റത്തില്ല. കാരണം ആ ഒരു Gmail കമ്പനിയുടെ കയ്യിൽ, ഗൂഗിളിൻ്റെ കയ്യിൽ അത് ഡിക്രിപ്റ്റ് ചെയ്യാനുള്ള താക്കോലുണ്ട്. പക്ഷേ ഇവിടെ താക്കോലുള്ളത്, നിങ്ങൾ അരുൺ എന്ന് പറയുന്നൊരു സുഹൃത്തിന് ഹലോ എന്ന് പറഞ്ഞ മെസ്സേജാണ് അയച്ചതെന്ന് വിചാരിക്കുക. അരുണിൻ്റെ വാട്സാപ്പിൽ മാത്രമേ നിങ്ങൾ അയച്ച മെസ്സേജ് തുറക്കാനുള്ള, ആ രഹസ്യ കോഡ് തുറക്കാനുള്ള താക്കോലുള്ളൂ. വേറൊരാൾക്കും, ഈവൻ നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് വിചാരിക്കുകയാണ്, ഇന്ത്യൻ ഗവൺമെൻറ് നോക്കുകയാണ് കാര്യമായിട്ട്, കുറേ കോഡുകൾ മാത്രം കിട്ടും, അല്ലാതെ ഹലോ എന്ന് പറയുന്ന വേർഡ് അവർക്ക് റീഡ് ചെയ്തെടുക്കാൻ സാധിക്കില്ല. ഇതിനെയാണ് end-to-end എൻക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഗവൺമെൻറ് അല്ല, ഈവൻ വാട്സാപ്പ് കമ്പനി വിചാരിച്ചാൽ പോലും അത് റീഡ് ചെയ്യാൻ സാധിക്കത്തില്ല. അത് വായിച്ചെടുക്കാൻ പറ്റുന്നത് നമ്മൾ മെസ്സേജ് അയച്ച അരുണിന് മാത്രമായിരിക്കും. ഇനി എന്താണ് ഗവൺമെൻറ്റും വാട്സാപ്പും ആയിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗവൺമെൻറ് വാട്സാപ്പിനോട് ആവശ്യപ്പെട്ടത് 2021 മുതൽ ആവശ്യപ്പെടുന്നുണ്ട്. 2021 ഒരു IT നിയമപ്രകാരം ഒരു മെസ്സേജിൻ്റെ സോഴ്സ്, അതായത് പലപ്പോഴും തീവ്രവാദപരമായിട്ടുള്ള മെസ്സേജുകൾ വരാറുണ്ട്, അല്ലെങ്കിൽ വ്യാജ വാർത്തകൾ വരാറുണ്ട്, കലാപാഹ്വാനങ്ങൾ വരാറുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളുടെ തന്നെ ഏതെങ്കിലും കുടുംബത്തിൽപ്പെട്ട ഏതെങ്കിലും സഹോദരിയുടെയൊക്കെ മോർഫ്ഡ്, അതായത് ഈ നഗ്നചിത്രങ്ങൾ വ്യാജമായിട്ടുണ്ടാക്കിയിട്ട് അത് ഷെയർ ചെയ്ത് വിടാറുണ്ട്. അപ്പോൾ ഇത് ആരാണ് ചെയ്തതിൻ്റെ സോഴ്സ് കണ്ടെത്തേണ്ടത് ഞങ്ങൾക്ക്, അല്ലാതെ ഞങ്ങൾ എന്താണ് ചെയ്യാൻ പറ്റുക, ഞങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? അപ്പോൾ സോഴ്സ് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഈ end-to-end എൻക്രിപ്ഷൻ ഒന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് കോംപ്രമൈസ് ചെയ്ത് തന്നെ എന്ന് ഗവൺമെൻറ് ആവശ്യപ്പെടുകയാണ്. ഇത് ബാക്കി എല്ലാ കമ്പനീസിനും, ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന എല്ലാ കമ്പനീസിനും ഇത് ബാധകമാണ്. മെറ്റയുടെ തന്നെ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും അതൊന്നും end-to-end എൻക്രിപ്റ്റഡ് അല്ല കേട്ടോ. അതൊന്നും ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ മറ്റേ ഇൻസ്റ്റഗ്രാമിലൂടെ മറ്റേ ചാറ്റും കോളും പരിപാടീസൊക്കെ കാണിക്കുമ്പോൾ ഒന്ന് ഓർത്തോളുക, end-to-end എൻക്രിപ്റ്റഡ് അല്ല. ഇടയ്ക്കുന്ന് നമ്മളുടെ പോലീസ് വിചാരിച്ചാൽ വരെ, പോലീസ് എന്ന് പറഞ്ഞാൽ ലോക്കൽ പോലീസ് ഒന്നും അല്ലാതെ SP റാങ്ക്, IG റാങ്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ വേണം, അപ്രൂവൽ മേടിക്കണം, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അത് മേടിച്ചിട്ട് അവർക്ക് വായിക്കാൻ പറ്റും എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. പക്ഷേ വാട്സാപ്പ് ഗവൺമെൻറ്റിന് വിചാരിച്ചാൽ പോലും പറ്റില്ല. അങ്ങനെയാണ് ഗവൺമെൻറ് പറയുന്നത്, ഞങ്ങൾക്ക് പല മെസ്സേജുകളുടെയും സോഴ്സ്, അത് ആദ്യമായിട്ട് വാട്സാപ്പിലേക്ക് പടച്ചു വിട്ടത് ആരാണ്, പിന്നീട് ഫോർവേഡായിട്ട് ലക്ഷക്കണക്കിന് ആൾക്കാരുടെ കയ്യിലൂടെ കൈമറിഞ്ഞായിരിക്കും നമുക്ക് എത്തുന്നത്. ഫോർവേഡ് മെനി ടൈംസ് എന്ന് പറഞ്ഞ് നമ്മൾ കാണാറുണ്ടല്ലേ. അപ്പോൾ ഇതിൻ്റെ സോഴ്സ് കണ്ടുപിടിച്ചാലേ നിങ്ങൾക്ക് പല കേസുകൾ സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ.
തീവ്രവാദ ആക്രമണങ്ങൾ, അതിനെപ്പറ്റിയുള്ള ആഹ്വാനങ്ങളൊക്കെ പലപ്പോഴും വാട്സാപ്പിലൂടെ വരാറില്ലേ? വ്യാജ വാർത്തകൾ എന്തോരാണ് നമുക്ക് തന്നെ കിട്ടുന്നത്. ഈ ഒരു കാര്യം ഗവൺമെന്റ് ആവശ്യപ്പെട്ടോടിയിട്ടാണ് പ്രശ്നങ്ങൾക്ക് ആരംഭമാകുന്നത്. മെറ്റ വാട്സാപ്പിനെ വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലേ, വാട്സാപ്പിനെ വാങ്ങുമ്പോൾ തന്നെ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ പോലെ തന്നെ ആയിരുന്നു. അപ്പോൾ അതവർ കാത്തു സൂക്ഷിച്ചു. ബാക്കി ഒരു ആപ്ലിക്കേഷൻ അത് ബാധകമല്ലെങ്കിലും വാട്സാപ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷന് മാത്രമുള്ള എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ എന്ന് പറയുന്നത് ജനങ്ങൾക്ക് കൊടുത്ത, അതായത് ജനങ്ങളോട് പറഞ്ഞല്ലോ എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് ആണ്, ജനങ്ങൾക്ക് അവർക്ക് തിരിച്ചു കൊടുത്ത ഒരു വിശ്വാസ്യതയുണ്ട്. ആ വിശ്വാസ്യത ഞങ്ങൾക്ക് കാത്തു സൂക്ഷിക്കണം എന്നാണ് വാട്സാപ്പ് ഇപ്പോൾ പറയുന്നത്. പണ്ട് ഒരു കാര്യം പറയുവാണെങ്കിൽ വാട്സാപ്പ് എന്ന് പറയുന്നത് വേറെ കമ്പനിയായിരുന്നു. മെറ്റ പിന്നീടാണ് മേടിച്ചതല്ലേ. മെറ്റ മേടിച്ചപ്പോഴേക്കും എല്ലാവരും ഭയങ്കരമായിട്ട് മേടിച്ചു. കാരണം മെറ്റ എന്ന് പറയുന്നത് ഫേസ്ബുക്ക് എന്ന് പറയുന്ന കമ്പനി തന്നെ ഡാറ്റ വിൽക്കുന്നതിന് ഏറ്റവും കൂടുതൽ പ്രസിദ്ധമായിട്ടുള്ള കമ്പനിയാണ്. ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ഒക്കെ അല്ലേ. അപ്പം മെറ്റ നമ്മുടെ സുക്രണ്ണം മേടിച്ചപ്പോഴേക്കും എല്ലാവരും പെട്ടെന്ന് സിഗ്നൽ എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലേക്കൊക്കെ തിരികെയായി. 2 ദിവസം അവിടെ ഉപയോഗിച്ചു. 2 ദിവസം ഭയങ്കര ട്രെൻഡായിരുന്നു. 2 ദിവസം അല്ല, ഒരാഴ്ചയോളം ട്രെൻഡ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ചേച്ചിയെന്ന് വിളിച്ച് വാട്സാപ്പിലേക്ക് വീണ്ടും വന്നു. വാട്സാപ്പ് തന്നെയാണ് ഈ ഒരു ഓൺലൈൻ മെസ്സേജിങ് ആപ്ലിക്കേഷനിൽ നമ്പർ 1 ആയിട്ട് നിൽക്കുന്നത്. ടെലഗ്രാം എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഉപയോഗിക്കുന്നത് എല്ലാവർക്കും അറിയാമല്ലോ. എന്തായാലും നമ്മൾ ഗവൺമെൻറ് മെസ്സേജ് വാട്സാപ്പിലേക്ക് വരുവാണെങ്കിൽ വാട്സാപ്പ് ചോദിച്ചൊരു കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം ന്യായമാണ്. അതായത് ഒരു കലാപാഹ്വാനോ തീവ്രവാദ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ ഇതുപോലെ ഫേക്കായിട്ട് നമ്മളുടെ അമ്മ പെങ്ങന്മാരുടെ ഫോട്ടോയൊക്കെ പടച്ചു വിട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടതുണ്ട് അല്ലേ. പക്ഷേ നിങ്ങൾ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ ബ്രേക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നിങ്ങൾ ഇതിൻ്റെ പേരിൽ കുറച്ച് കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഗുണകരമാകുന്ന കാര്യങ്ങൾ കാണിച്ചിട്ട് ബ്രേക്ക് ചെയ്യാൻ പറഞ്ഞു. ഇത് എവിടം കൊണ്ട് അവസാനിക്കും? അതാണ് വാട്സാപ്പ് ഉപയോഗിക്കുന്നത്. നാളെ നിങ്ങൾക്ക് ശത്രുതയുള്ള ഒരു രാഷ്ട്രീയക്കാരൻ്റെ ചാറ്റുകൾ ലീക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ നേരത്തെ നിങ്ങൾ ലീക്ക് ചെയ്തില്ലേ എന്ന് കാണിച്ച് ഞങ്ങൾക്ക് വീണ്ടും ചെയ്യേണ്ടി വരില്ലേ? ഞങ്ങൾ ഫോഴ്സ് ചെയ്യപ്പെടില്ലേ? ഇതിൻ്റെ അവസാനം എവിടെയാണ്? എത്രത്തോളം നിങ്ങൾ പോകുമെന്ന് ഞങ്ങൾക്കറിയില്ല. മാത്രമല്ല ഇത് വാട്സാപ്പ് പറഞ്ഞ കാര്യമല്ല, കുറച്ച് നാൾക്ക് മുമ്പായിരുന്നു നമ്മൾ പെഗാസസ് കോൺട്രവേഴ്സി കേട്ടിട്ടുണ്ടായിരുന്നത്. ഇസ്രായേലി ചാര സോഫ്റ്റ്വെയർ ഇന്ത്യയിലെ പല വലിയ രാഷ്ട്രീയക്കാരുടെയും കോർപ്പറേറ്റ് ഉദ്യോഗസ്ഥരുടെയൊക്കെ ഫോണിലേക്ക് ഗവൺമെൻറ് കയറ്റി വിട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വിവാദങ്ങളുണ്ടായിരുന്നു. അന്ന് നമ്മൾ അതിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോൾ എന്തായാലും അങ്ങനെ പലരെയും മോണിറ്റർ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് ഞങ്ങൾക്ക് എങ്ങനെയാണ് വിശ്വാസ്യതയോടെ ഇത് സമ്മതിക്കാൻ പറ്റുക? ഇതൊരിക്കലും നടപടിയാവുന്ന കാര്യമല്ല. ഞങ്ങൾ അർപ്പിച്ച ഒരു വിശ്വാസ്യതയുണ്ട്, അത് ഞങ്ങൾ കാത്തു സൂക്ഷിക്കണം. അതുകൊണ്ട് ഈ കാര്യം പറ്റുന്നതല്ല. വളരെ ശക്തമായിട്ടുള്ള IT നിയമങ്ങൾ നിലനിൽക്കുന്ന ബ്രസീലിൽ പോലും, ആ ബ്രസീലിയൻ ഗവൺമെൻറ് പോലും ഞങ്ങളോട് ഈ ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടില്ല. അതോടൊപ്പം ഒരു കാര്യം പറയുവാണെങ്കിൽ, ഇത് വാട്സാപ്പ് പറഞ്ഞാണ്, ഇനി ഞാൻ പറയുന്നത് നമ്മുടെ ഇന്ത്യക്കൊപ്പം പല രാജ്യങ്ങളും വാട്സാപ്പിനോട് ഈ കാര്യം ചോദിച്ചിട്ടുണ്ട്. കാനഡ, US, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, UK, ജപ്പാൻ, അതോടൊപ്പം ഇന്ത്യ. ഇനി നമ്മൾ ഇതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും ഗുണങ്ങളുണ്ട്. ഗുണങ്ങൾ നമുക്ക് തന്നെ ഒരു പക്ഷേ ആവശ്യമാകാം. നാളെ നമ്മളുടെ സഹോദരിയുടെ അല്ലെങ്കിൽ മറ്റ് കുടുംബത്തിലെ ഒരു പെൺകുട്ടിയുടെ മോർഫ്ഡ് ചിത്രം ഒരുത്തന് വാട്സാപ്പിലേക്ക് കയറ്റിവിട്ടു. ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ഫോർവേഡായിട്ടായിരിക്കും നമ്മളെ ഗ്രൂപ്പിലെത്തുന്നത്. അപ്പോൾ നമുക്ക് പൊള്ളും അല്ലേ. നമ്മൾ ഉടനെ പോലീസിൽ പോയി പരാതിപ്പെടും. നമ്മളുടെ ലോക്കൽ പോലീസ് എന്നല്ല, ഇന്ത്യൻ ഗവൺമെൻറ് വിചാരിച്ചാൽ പോലും അത് ആരാണത് ചെയ്തതെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ തന്നെ ഇവിടുത്തെ ലോ സിസ്റ്റത്തിനെ കുറ്റം പറയും. ഉറപ്പല്ലേ? നിങ്ങളുടെ സഹോദരിയുടെ ചിത്രമാണ് അങ്ങനെ പോകുന്നതെങ്കിൽ ആരാണ് ചെയ്തത് നിങ്ങൾ കണ്ടുപിടിക്കണ്ടേ? നിങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ മോശമായിട്ടുള്ള എന്തെങ്കിലും അപകീർത്തിപരമായിട്ടുള്ള വ്യാജ വാർത്തകൾ പടച്ചു വിട്ട് കഴിഞ്ഞാൽ ആരാണെന്ന് കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ ഗവൺമെൻറ് ആവശ്യപ്പെട്ടത് അത് തന്നെയാണ്. സോഴ്സ് ആരാണിത് ആദ്യമായിട്ട് ചെയ്തത് എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു അവസരം ഞങ്ങൾക്ക് തരണമെന്നാണ് ആവശ്യപ്പെട്ടത്. ഇപ്പോൾ പലപ്പോഴും തീവ്രവാദം അല്ലെങ്കിൽ ഇതുപോലുള്ള നഗ്നചിത്രങ്ങൾ, പല കലാപാഹ്വാനം അല്ലെങ്കിൽ വ്യാജ വാർത്തകൾ, ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള അല്ലെങ്കിൽ രാജ്യവിരുദ്ധമായിട്ടുള്ള പ്രസ്താവനകളും കാര്യങ്ങളും ഇതൊക്കെ കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഈ ഒരു പോയിന്റ് ചിന്തിക്കുവാണെങ്കിൽ വളരെ നല്ല കാര്യമായിട്ട് നമുക്ക് തോന്നാം. പക്ഷേ ഒരു പ്രശ്നം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എവിടം കൊണ്ട് അവസാനിക്കും എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് തോന്നിയേക്കാം ഗവൺമെൻറ് അങ്ങനത്തെയുള്ള മെസ്സേജുകൾ മാത്രമല്ലേ റീഡ് ചെയ്യത്തുള്ളൂ, വാട്സാപ്പിന് അത് മാത്രം കൊടുത്താൽ മതിയല്ലോ എന്നുള്ളതല്ലേ. അവിടെയല്ല, ഇത് നിയമത്തിൻ്റെ ഒരു കളിയാണ്. അതായത് 2021 IT ആക്ട് അംഗീകരിച്ചെന്ന് വാട്സാപ്പ് ഒഫീഷ്യലായിട്ട് പ്രസ്താവന കൊടുത്തു കഴിഞ്ഞാൽ ഗവൺമെൻറ് ആദ്യം ഇതുപോലുള്ളൊരു തീവ്രവാദം സംബന്ധമായിട്ടുള്ളൊരു മെസ്സേജിൻ്റെ സോഴ്സ് ആയിരിക്കും ചോദിക്കുന്നത്. എങ്ങനെയാണ് ഗവൺമെൻറ് ചോദിക്കുന്നത്? ഗവൺമെൻറ് ഡയറക്റ്റ് പോയിട്ട് ഒരാൾ വാട്സാപ്പിനോട് ചോദിക്കുകയല്ല. വളരെ വ്യക്തമായിട്ടുള്ളൊരു ഒഫീഷ്യൽ ഡോക്യുമെൻറ്റ് ഗവൺമെൻറ്റിൻ്റെ അപ്രൂവലായിട്ട് വാട്സാപ്പിന് കൊടുക്കുകയും വാട്സാപ്പ് അതിന് കൃത്യമായിട്ട് റെസ്പോണ്ട് ചെയ്തേ പറ്റത്തുള്ളൂ എന്നൊരവസ്ഥ വരും. വാട്സാപ്പ് തീവ്രവാദ പ്രവർത്തനം കൊണ്ട് കൊടുക്കുമല്ലേ. രണ്ടാമത് ഗവൺമെൻറ്റിൻ്റെ ശത്രുവായിട്ടുള്ളൊരു വ്യക്തിയുടെ വാട്സാപ്പ് ചാറ്റ് അല്ലെങ്കിൽ അതിൻ്റെ സോഴ്സ് ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോഴും ആ നിയമം വാട്സാപ്പ് ഓൾറെഡി പാലിച്ചു കഴിഞ്ഞു. നേരത്തെ ഗവൺമെൻറ് എങ്ങനെയാണോ ചോദിച്ചത് അതുപോലെ തന്നെയാണ് ചോദിക്കുന്നത്. വാട്സാപ്പ് അതുപോലെ തന്നെ റിപ്ലൈ കൊടുക്കേണ്ടതായിട്ട് അവർ നിർബന്ധിതരാകും. അതാണ് പ്രശ്നം. അതാണ് വാട്സാപ്പ് ചോദിച്ചത് ഇത് എവിടം കൊണ്ട് അവസാനിക്കും എന്നൊരു ചോദ്യമാണ് മുമ്പോട്ട് വരുന്നത്. വാട്സാപ്പ് എന്നുള്ളത് ഇന്ത്യൻ ജനങ്ങൾ അത്രത്തോളം ട്രസ്റ്റ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്കറിയാം, നിങ്ങൾ വാട്സാപ്പിലൂടെ എന്തൊക്കെയാണ് ചാറ്റ് ചെയ്തിട്ടുള്ളത്. അത് ആരും പിടിക്കപ്പെടില്ല എന്നൊരു ഉത്തമ ബോധ്യത്തോടെ, ഇടയ്ക്കുന്ന ഒരാൾ പിടിക്കപ്പെടില്ല എന്നൊരു ഉത്തമ ബോധ്യത്തോടു കൂടിയിട്ട് തന്നെയല്ലേ നമ്മൾ ചാറ്റ് ചെയ്യുന്നത്. അതുപോലെ എന്തോരം കപ്പിൾസ് വാട്സാപ്പിലൂടെ ചാറ്റ് ചെയ്യാറുണ്ട്, വോയിസ് കോൾ, വീഡിയോ കോൾ, ഇതെല്ലാം ചെയ്യാറില്ലേ. അത് കറക്റ്റാണ്. നിങ്ങളുടെ ഒരു കപ്പിളുമായിട്ട്, നിങ്ങളുടെ ഗേൾ ഫ്രണ്ടോ ബോയ് ഫ്രണ്ടോ വീഡിയോ കോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റെക്കോർഡ് ചെയ്യാത്ത പക്ഷം ഇടയ്ക്കുന്ന ഒരാൾക്ക് അത് എടുക്കാൻ പറ്റില്ല. ഇടയ്ക്കുന്ന ഒറ്റ ഡാറ്റ പോകില്ല. അത് സേഫാണ്.
നിങ്ങൾക്ക് രണ്ടുപേർക്കും വിശ്വാസം ഉണ്ടായാൽ മതി, സ്ക്രീൻ റെക്കോർഡ് ചെയ്യത്തില്ലെന്നോ ഷെയർ ചെയ്യത്തില്ലെന്നോ ഒന്നും. പക്ഷേ ഇടയ്ക്കുന്ന ഒരാൾക്ക് എടുക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള അവസ്ഥയിൽ ഇത് ബ്രേക്ക് ചെയ്യുക എന്ന് പറയുന്നതും കുറച്ച് പ്രശ്നമാണ്. നമ്മൾ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നത് നമ്മൾ അത്രത്തോളം വിശ്വസ്തനായിട്ട്, നമ്മളുടെ സ്വന്തം സുഹൃത്തിനെ പോലും അത്ര വിശ്വസിക്കത്തില്ല. കാരണം വാട്സാപ്പിനെ നമ്മൾ വിശ്വസിക്കും. നമ്മളുടെ വീഡിയോ കോളൊക്കെ ചെയ്ത് എന്തൊക്കെയാണ് കാണിക്കുന്നത്, അത് വാട്സാപ്പിനെ വിശ്വസിക്കുന്നതുകൊണ്ടല്ലേ. അപ്പോൾ അത്രത്തോളം വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന ഒന്നാണെന്നാണ് വാട്സാപ്പ് പറയുന്നത്. ഇത്രയും പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾക്കൊന്ന് വ്യക്തമായിട്ടുണ്ട്. ഇതിന് നേട്ടങ്ങളുണ്ട്, ദോഷങ്ങളുണ്ട്. നേട്ടങ്ങൾ വേണ്ടത് തന്നെയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നമ്മുടെ കുടുംബത്തിൻ്റെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് പോലീസിൽ പരാതിപ്പെട്ട് അതിൻ്റെ ആളെ കണ്ടുപിടിച്ചതിന് നമ്മൾ തന്നെ ഇവിടുത്തെ ലോ സിസ്റ്റത്തിനെ കുറ്റം പറയും. അത് വേറൊരു കാര്യമാണ്. പക്ഷേ പ്രൈവസിയിലേക്കുള്ള അമിതമായിട്ടുള്ള കടന്നുകയറ്റം അത് അതിനേക്കാളും വലിയ ഭീകരമായിട്ടുള്ള ഒരവസ്ഥ കൂടിയാണ്. എങ്ങനെ ഈ നിയമം നമുക്ക് നല്ലതാക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് കൃത്യമായിട്ടുള്ള ഒരു കോടതിയുടെ അപ്രൂവലോട് കൂടിയിട്ടുള്ള ഒരു മെക്കാനിസം വരണം. അതായത് ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ്റിന് എന്തെങ്കിലും മെസ്സേജ് അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ ഡീകോഡ് ചെയ്യണം. അത് ആദ്യം ഗവൺമെൻറ് സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ കാണിച്ചിട്ട് അവിടുത്തെ ജഡ്ജി അതിനെപ്പറ്റി മനസ്സിലാക്കി ഇത് അൺലോക്ക് ചെയ്യേണ്ട ഒന്നാണ്, ഇതിൻ്റെ സോഴ്സ് അറിയേണ്ട ഒന്നാണ്, ആരാണ് അയച്ചത്, അവൻ്റെ IP അഡ്രസ്സും വിവരങ്ങളും കിട്ടേണ്ട ഒന്നാണെന്ന് ഒരു കോടതി തലത്തിൽ ഒരു അപ്രൂവൽ വന്നിട്ട് അങ്ങനെ ആ ഒരു സിസ്റ്റത്തിലൂടെ കടത്തിവിട്ടാൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് പോകത്തുള്ളൂ. അല്ലാതെ ഗവൺമെൻറ്റിന് ഡയറക്റ്റ് വാട്സാപ്പിൽ ചോദിക്കുന്നു, വാട്സാപ്പ് മറുപടി തരണം എന്ന് പറയുന്ന ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ പലപ്പോഴും ആ ഒരു സിസ്റ്റം മിസ്യൂസ് ചെയ്യപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പല വിഷയങ്ങളിലും നമുക്കൊരു കൺക്ലൂസീവായിട്ട് ഇത് ദോഷമാണ്, ഇത് നല്ലതാണ് എന്നും പറഞ്ഞ് നമുക്ക് എത്തിച്ചേരാൻ പറ്റും. പക്ഷേ ഈ വിഷയത്തിൽ മാത്രം എത്തിച്ചേരാൻ പറ്റില്ല. നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്കിത് ആവശ്യമായിട്ട് വരും. നമ്മൾ പുറത്തുനിന്ന് കളി കാണുമ്പോഴേക്കും ഇത് പ്രൈവസിയിലേക്കുള്ള കടന്നുകയറ്റമായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ കൃത്യമായിട്ടുള്ള എൻ്റെ ഒരു നിരീക്ഷണം എന്ന് പറയുന്നത് ഇപ്രകാരമാണ്. ഇതൊരു കോടതിയിലൂടെ ഈ സംഭവങ്ങളെല്ലാം കടന്നുപോയി കോടതി അപ്രൂവ് ചെയ്താൽ മാത്രമേ ഏത് പർട്ടിക്കുലർ മെസ്സേജിനാണോ ഗവൺമെൻറ്റിന് വിവരങ്ങൾ കിട്ടേണ്ടത് ഗവൺമെൻറ് കോടതിയിൽ സമർപ്പിക്കുക. ഇന്നൊരു കാര്യത്തിന് ഞങ്ങൾക്ക് വിവരം വേണം. കോടതി പഠിച്ച ശേഷം ഇത് പ്രശ്നമാണ്, ഈ വാട്സാപ്പ് മെസ്സേജ് നമുക്ക് അൺലോക്ക് ചെയ്യണം, ഡീകോഡ് ചെയ്യണം, ഇത് ആരാണ് അയച്ചത്, എവിടുന്നാണ് അതിൻ്റെ സോഴ്സ് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. രാജ്യത്തിന് ദോഷമാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും പെൺകുട്ടിക്കോ ആർക്കെങ്കിലും നീതി കിട്ടേണ്ടതുണ്ട്, അവളുടെ നഗ്നചിത്രം ആരോ വ്യാജമായിട്ട് സൃഷ്ടിച്ചു, അവൾക്ക് നീതി കിട്ടേണ്ടതുണ്ട് എന്നൊക്കെ കോടതി മനസ്സിലാക്കി കോടതി ഒരു അപ്രൂവൽ, ഒരു വാറണ്ട് പോലെ ഇഷ്യൂ ചെയ്ത ശേഷം മാത്രമേ വാട്സാപ്പ് ഗവൺമെൻറ്റിൻ്റെ വിവരങ്ങൾ കൊടുക്കാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഭൂരിഭാഗം പ്രശ്നങ്ങളും സോൾവ് ആകും എന്ന് വിചാരിക്കുന്നു അല്ലേ. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം എന്താവും വാട്സാപ്പും ഗവൺമെൻറ്റുമായിട്ടുള്ള പോരെന്ന്. കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമാണ് നമുക്ക് വീണ്ടും കാണാം. ഇസ്മി സിനിമയുടെ പോലീസ് സൈനിങ് ഔട്ട്.